പഞ്ചാബി സ്റ്റൈലിലൊരു കറിയാണ് രാജ്മ ചാവൽ. ഇത് ബ്രെഡിൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കാൻ എന്തെങ്കിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് രാജ്മ എന്ന് പറഞ്ഞിട്ടൊരു ധാന്യം ഉണ്ട്. അത് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് ഇതുപോലെ വേവിച്ചെടുക്കണം. 4 വിസിൽ മതി. നന്നായി ഉപ്പിട്ടിട്ട് പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. 4 വിസിലിൽ കൂടുതൽ ഇത് കുക്ക് ചെയ്യരുത്, ഓവർ കുക്കഡ് ആവും. ഇനി വേണ്ടത് ഉള്ളി, പിന്നെ തക്കാളി, അതായത് വലിയുള്ളി അഥവാ സവാളയാണ് കേട്ടോ. അത് വലുതായി അരിഞ്ഞതും ചെറുതായി അരിഞ്ഞതും വേണം. പിന്നെ ഒരു പച്ചമുളക്. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ ഇതേപോലെ അരിഞ്ഞെടുത്താലും മതി. ഇനി നമ്മൾ ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ ഒന്ന് എണ്ണ ചൂടാകുമ്പോൾ ഇട്ട് കൊടുക്കുക. മനസ്സിലാവുമല്ലോ അല്ലേ? സ്പൈസസ് ആണ്. കറുവപ്പട്ട, പിന്നെ ആ ഒരു ഇലയില്ലേ ഗ്രാമ്പൂ, ഞാൻ ഗ്രാമ്പൂവിനെ മായാവിയുടെ വടിയിൽ നട്ടോ പറയാ, ഏലക്കായ, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് അരിഞ്ഞത്, ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ച ഉള്ളി അഥവാ സവാള ചേർക്കുക. പിന്നെ തക്കാളി ചേർക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതുപോലൊരു പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ആ ഒരു പേസ്റ്റ് അരച്ചെടുക്കുന്ന സമയത്ത് അതിലുള്ള ഗ്രാമ്പൂ അതേപോലെ തന്നെ കറുവപ്പട്ട എടുത്ത് മാറ്റണം. എന്നിട്ട് അത് തന്നെയാണ് വീണ്ടും ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഗ്രാമ്പൂ മാത്രമാണ് പുതിയതായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാള നമ്മൾ ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നിർത്തുക. എന്നിട്ട് അതിലേക്ക് ഈ ഒരു രാജ്മ വേവിച്ച് വെച്ചത് ഇടുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, ഓണിയൻ പേസ്റ്റ്, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. എനിക്ക് ഉപ്പ് പോരാൻ തോന്നിയപ്പോൾ ഞാൻ ഇട്ട് കൊടുത്താണ് കേട്ടോ. ഇനി അതിലേക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മളുടെ രാജ്മ ചാവൽ റെഡിയായി. ഇത് പഞ്ചാബി സ്റ്റൈലാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. ഞാനിവിടെ ബ്രെഡാണ് എടുത്തത്. കിഡിലും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ കമൻറ്റ് ചെയ്യുക. അടുത്ത വ്ളോഗായിട്ട് വരുന്നതാണ്. അപ്പോൾ ബൈ.